Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് ഡൗട്ട്സ് ആയിട്ട് നമുക്ക് കമൻറ്റ്സ് വന്നിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് ടൈപ്പ് ചാവി പല മോഡൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പോലെ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ ഫുള്ളായിട്ട് വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അസംബിൾ ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെൻട്രൽ ലോക്ക് ഉണ്ട്. അതായത് കൈ കൊണ്ട് നമുക്ക് അകത്തുനിന്ന് സെൻട്രൽ ലോക്ക് ചെയ്യാം. എന്നാൽ പുറത്തുനിന്ന് റിമോട്ട് ലോക്ക് ഇല്ലാത്ത വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ചാവി സെറ്റാണ് ഇതൊക്കെ. ഇതിപ്പോൾ ക്രിസ്റ്റയ്ക്ക് വരുന്ന ഒരു മോഡലിൻ്റെ ഷേപ്പാണിത്. ശരിക്കും ഈ ചാവി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമുക്ക് ഇട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഹൂണ്ടായി വരണയ്ക്കൊക്കെ വരുന്ന ടൈപ്പാണ്. ഈ ഒരു ടൈപ്പൊക്കെ നമുക്ക് ഏത് വണ്ടിക്കും ചെയ്യാം കേട്ടോ. ഇന്ന വണ്ടിയെന്നില്ല, ഇന്നോവ എന്നില്ല, ക്രിസ്റ്റയെന്നില്ല, അതല്ലെങ്കിൽ ഓൾട്ട എന്നില്ല, 800 എന്നില്ല. ഏത് വണ്ടിക്കും നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള ചാവിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി റേറ്റ് ഇവിടെ കൊണ്ട് വരുന്ന ടൈപ്പ് ക്വാളിറ്റി ഉള്ളത് തന്നെ കേട്ടോ. ഇതൊക്കെ ഉണ്ട്. എന്നൊക്കെ ഒരു ഫോക്കസ് ചെയ്യാം. ഉണ്ട്, ഒരു വെയിറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ പറയാം ഈ ഒരു ഫുൾ സെറ്റ് നമ്മൾക്കിപ്പോൾ ഇന്നോവയ്ക്കൊക്കെ ഇപ്പോൾ ഇന്നോവ തന്നെ ജി ഓപ്ഷനിൽ സെൻട്രൈസ് വരാത്ത ടൈപ്പ് അല്ല, സെൻട്രൽ ലോക്ക് വരാത്ത ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഇത് ചെയ്യണം നല്ലതാണ്. ഏകദേശം ഒരു 2800 3000 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സെറ്റുകൾ വരുന്നത് കേട്ടോ. പല ടൈപ്പ് ചാവി ഉണ്ട്. ക്രിസ്റ്റയുടെ ടൈപ്പ് ഉണ്ട്, വെർണർ ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഓരോരോ വാഹനങ്ങളുടെ കാണാൻ ഭംഗിയുള്ള ടൈപ്പിലുള്ള ചാവിയും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഈ ചാവി തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇതിൽ നമ്മൾ ചാവിയുടെ സെയിമിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മെയിനായിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ കമ്പനി കപ്ലേഴ്സ് കട്ടിങ് വരുമോ, അങ്ങനെ എന്തെങ്കിലും വാറണ്ടിയിൽ പ്രശ്നം വരുമോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും വരില്ല. നമ്മൾക്ക് അതിനുള്ള കപ്ലേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ i20ക്ക് വരുന്ന പാനലാണ്. i20ക്ക് വരുന്ന പാനൽ ഇങ്ങനെ ഫുള്ളായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇതിൻ്റെ ഗ്യാപ്പിലിരിക്കും. അപ്പോൾ ഗ്യാപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. നമ്മൾക്ക് ഇപ്പോൾ ഗ്യാപ്പും കാര്യങ്ങളും പ്രശ്നം ഉണ്ടാവില്ല. കപ്ലർ കട്ട് ചെയ്യണമെന്നുള്ള പ്രശ്നം കാര്യങ്ങളുണ്ടാവില്ല. ഇത് നമ്മളുടെ സ്വിഫ്റ്റിന് വരുന്നത്, സ്വിഫ്റ്റ് പുതിയ മോഡലല്ല, സ്വിഫ്റ്റ് പുതിയ മോഡലിന് വരുന്ന പാനലാണ്. ഇങ്ങനൊരു പാനൽ ഇതിൻ്റെ കൂടെ വരും. ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിരിക്കും കേട്ടോ. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും. അത് നിങ്ങൾ അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ സ്വിഫ്റ്റിന് വരുന്ന പാനലാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മഹേന്ദ്ര താറിനടക്കം നമുക്ക് ഈ ഒരു സാധനം വെക്കാൻ പറ്റും കേട്ടോ. മഹേന്ദ്ര താറിൻ്റെ പാനലാണ്. ഇത് ഇന്നോവയുടെ. അപ്പോൾ ഇന്നോവയ്ക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ 2005 മോഡലുള്ള ഇതിന് ഈ പാനൽ കയറ്റാനായിട്ട് പറ്റും കേട്ടോ ഇന്നോവയ്ക്ക്. അപ്പോൾ ഇത് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ വലിയ രീതിയിൽ നമ്മൾക്ക് സെൻറ്ററിൽ പാനലിൽ വരും. ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം. എടാ ഇതൊന്ന് വെച്ചേടാ. കണ്ട, ഇന്നോവയ്ക്ക് ഈ ഒരു ഇതിൽ നമുക്ക് വെക്കാൻ കണ്ട ഒരു ഗ്യാപ്പോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ വലിയൊരു സ്ക്രീൻ സെൻറ്ററിൽ വന്ന ബ്ലാക്ക് ഫിനിഷിങ്ങിൽ സെൻറ്റർ പോർഷൻ മൊത്തത്തിലും ഫുള്ളായിട്ട് കിറ്റ് നമ്മൾക്ക് ഇപ്പോൾ 2005 മോഡൽ ഇന്നോവ ആണെങ്കിൽ ആ 2005 മോഡൽ ഇന്നോവൻ്റെ 2014 ഡാഷ്ബോർഡ് നമ്മൾക്ക് മാറ്റാനുള്ള ഫുൾ കിറ്റ് നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള പാർട്സുകൾ നമ്മൾക്ക് ഇവിടെ കിട്ടും. ഇതിൻ്റെ കൂടെ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടണുകൾക്ക് വരുന്ന ഒരു ഭാഗം ഫിറ്റിങ് ചെയ്യണില്ല, ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കിന് വരുന്ന പാനലാണ് കേട്ടോ. അതായത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കാര്യങ്ങളും ബട്ടണൊക്കെ വരുന്ന ആ ടൈപ്പിൽ വരുന്ന പാനൽ. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾക്ക് എല്ലാ വാഹനങ്ങൾക്കും ഫിറ്റ് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീർന്നെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ സാധനങ്ങൾ കിട്ടുന്നതിൻ്റെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. ഫിറ്റ് ചെയ്യാൻ ഫിറ്റ് ചെയ്യാം. ഓക്കെ, അത്ര മെനകേട് ഉണ്ടാവില്ല. കമ്പനി വയറിങ് കട്ടിങ് ഉണ്ടാവില്ല.
ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഫിറ്റ് ചെയ്യുക, ഗൂഗിൾ കിട്ടും, യൂട്യൂബ് കിട്ടും, പിന്നെ എന്താ പറയുക എല്ലാ സംഭവം ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ സംഭവം അതിൽ കിട്ടും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാനലിൽ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ബട്ടണുകളൊക്കെ വരുന്നുണ്ടല്ലോ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ടിങ് ആയിട്ട് ഫുള്ളായിട്ട് ഈ ഒരു സംഭവം കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം കേട്ടോ സ്റ്റീരിയോനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞത്. നമ്മൾ കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഇന്നോവ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റിയ സ്റ്റീരിയോ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ എത്ര ഫിനിഷിങ് ഉണ്ടാവും. ഇപ്പോൾ ക്യാമറ ക്ലാരിറ്റിയൊക്കെ സെപ്പറേറ്റ് നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഹോട്ട്സ്പോട്ട് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവം എല്ലാ സംഭവവും നമുക്ക് ഈ ഒരു സ്റ്റീരിയോ കിട്ടും. ഞാൻ എൻ്റെ വണ്ടിയുടെ സ്റ്റീരിയോയിൽ ഞാൻ പറഞ്ഞ മാതിരി തന്നെ എല്ലാ കാര്യങ്ങളിലും കിട്ടും കേട്ടോ. No more time. Can we make a move? Innova വാഷിങ്ങിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. Have to lose. സിൽക്കി ഗോൾഡ് ഇന്നോവ വാഷിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുക്കാനായിട്ട് പോവാം. ഇത് നമ്മുടെ ലാൻസർ കേട്ടോ, ടോമിൻ്റെ ലാൻസർ. ആ ഇത് നമ്മൾ 8 സീറ്റ് വണ്ടിയാണ്. അപ്പോൾ 7 സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സെൻട്രൽ ബ്രാക്കറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ സീറ്റ് നമ്മൾ സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.